ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 6ാം ക്ലാസ്സിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് വരകളും കോണുകളും എന്ന ചാപ്റ്ററിലെ മുറിച്ചു കടക്കുന്ന വരകൾ എന്ന ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. അതെന്താണ്? ഒരു ലൈനിനെ മറ്റ് ലൈനുമായിട്ട് എന്ത് ചെയ്യാണ്? മുറിച്ചു കടക്കുന്ന രണ്ട് വരകളാണ്. ഇവിടെ ഈ ഒരു കോണ് ഞാനൊരു 45 ഡിഗ്രി എന്നെടുത്ത്. അപ്പോൾ ഇതെന്താണ്? ഈ ഫിഗറിൽ ഒരു ജോഡി എതിർകോണുകൾ, ഓപ്പോസിറ്റ് ആംഗിളാണിത്. ഈ ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറച്ചു വെച്ചു. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? മുകളിലെ രണ്ട് ആംഗിൾസിൻ്റെ പ്രത്യേകത അത് രണ്ടും ലീനിയർ പെയേഴ്സാണ്. അപ്പോൾ ലീനിയർ പെയേഴ്സ് ആവുമ്പോൾ ഈ ഒരു ജോഡി എതിർകോണുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? തുല്യമാണ്. അപ്പോൾ ഇത് 45 ആവുമ്പോൾ ഈ ആംഗിളും എത്രയായി? 45 ഡിഗ്രി ആയി. ഇനി ഈ കോണുകളും എന്തായിരിക്കും? അപ്പോൾ ഒരു ജോഡി എതിർകോണുകളാണ്. ഇവയും എന്താണ്? തുല്യമാണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ലീനിയർ പെയർ, രേഖീയ ജോഡി ആയതുകൊണ്ട് തന്നെ 180 നിന്ന് 45 ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മൈനസ് ചെയ്യുന്നുണ്ട്. പകരം വേറെ ആംഗിൾ എടുത്ത് എക്സാമ്പിൾ കൊടുക്കാം, 35 ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ 10 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 5, 7 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 3, 1. അപ്പോൾ ഈ ഓരോ കോണുകളും എത്രയായിരിക്കും? 135, 135 ഡിഗ്രി വീതമായിരിക്കും. ഇനി നമുക്ക് പേജ് നമ്പർ 134 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഫിഗറിൽ എന്ത് തന്നിരിക്കുന്നത്? 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ കോണുകളും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ 45 ഡിഗ്രിയാണ്. ഇത് ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എഴുതാം. ഇവിടെ 45 ഡിഗ്രി, രണ്ടാമത്തത് 120 ഡിഗ്രിയാണ്. അപ്പോൾ 120 ഡിഗ്രിനെ കണ്ടുപിടിക്കുക. ഒരു ജോഡി എതിർ കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു ജോഡി എതിർ കോണുകൾ എന്താണ്? തുല്യമാണ്. അപ്പോൾ നമുക്കിവിടെ 120 ആവുമ്പോൾ ഇവിടെ എത്ര തന്നെയായി? 120 ഡിഗ്രി ആയി. ഈ രണ്ട് കോണുകളും എന്താണ്? ലീനിയർ പെയർ ആണ്. അല്ലെങ്കിൽ ഈ രണ്ട് കോണുകളും നമുക്ക് എന്താന്ന് പറയാം? ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ് എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക? കോണ് കണ്ടുപിടിക്കാൻ 180 നിന്ന് 120 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 0, 8 നിന്ന് 2 പോയാൽ 6, 1 നിന്ന് 1 പോയി കഴിഞ്ഞാൽ 0. അപ്പോൾ ഈ രണ്ട് കോണുകളും എത്രയായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. ഈ രണ്ട് കോണുകളും 60 ഡിഗ്രി വീതം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നോക്കി നോക്കാം. ഇവിടെ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഈ രണ്ട് കോണുകൾ ലീനിയർ പെയർ ആണ്. ഈ രണ്ട് കോണുകൾ എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്ന് 90 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 0, 9. നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രി. ഒരു ജോഡി എതിർകോണുകൾ തുല്യമാണ്. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്? 90 ഡിഗ്രി. ഈ കോണും 90 ഡിഗ്രി. ഇതാണ് പേജ് നമ്പർ 134 വരുന്ന ചോദ്യം. ഇനി നമുക്ക് പേജ് നമ്പർ 136 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ആദ്യം എന്ത് ചെയ്യാം? വായിക്കാം. വായിച്ചതിന് ശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം. ഇനി നമുക്ക് പേജ് നമ്പർ 136 ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ 4 ആംഗിൾ മെയ്ഡ് ബൈ 2 intersecting lines, the sum of 2 angle is 100 degree. Calculate all the 4 angle. രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ഡിഗ്രിയാണ്. 4 കോണുകളും കണക്കാക്കുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 കോണുകളുണ്ട്. ഒരു വരയെ 2 വരകൾ മുറിച്ചു കടക്കുമ്പോൾ എത്ര കോണുകളുണ്ടായി? 4 കോണുകളുണ്ടായി. ആ 4 കോണുകളിലെ
രണ്ട് കോണുകളുടെ തുക എത്രയാവണം? 100 ആയിരിക്കണം. അപ്പം ഞാൻ ഈ രണ്ട് കോണുകൾ എടുത്തു കഴിഞ്ഞാൽ 100 ആയിരിക്കുമോ? ഇല്ല. കാരണം എന്താണ്? ഈ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 180. ഈ രണ്ട് കോണുകൾ എടുത്താലോ? അതും പറ്റില്ല. കാരണം ഇത് എന്താണ്? ലീനിയർ പെയറാണ്. അപ്പം ഈ താഴത്തെ രണ്ട് ആംഗിൾ എടുത്താലും ലീനിയർ പെയറാണ്. അപ്പോൾ മുകളിൽ ഈ രണ്ട് കോണുകൾ തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കില്ല? ലീനിയർ പെയർ ആയിരിക്കില്ല. നമുക്ക് തുക ഈ ഓരോ രണ്ട് കോണുകളും എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് തുക എത്ര കിട്ടില്ല? 100 കിട്ടില്ല. കാരണം ലീനിയർ പെയറുകളുടെ തുക എപ്പോഴും എത്രയാണ് ആവേണ്ടത്? 100 ആവേണ്ടത്. അപ്പം തുക 100 ആവണമെങ്കിൽ അപ്പോൾ ഏതായിരിക്കണം? എതിർ കോണുകളായിരിക്കും 50 ഡിഗ്രി വീതം ഉണ്ടായിരിക്കുക. ബാക്കി രണ്ട് കോണുകൾ എത്രയും ഇങ്ങനെ കണ്ടുപിടിക്കുക? 180 മൈനസ് 50 എത്രയാണ്? 100. ബാക്കിയുള്ള ഓരോ കോണുകളും എത്രയായി? 180 മൈനസ് 8 5 പോയി കഴിഞ്ഞാൽ 3. അപ്പോൾ 130 ഡിഗ്രി വീതമായിരിക്കും ബാക്കി രണ്ട് കോണുകൾ വരിക. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ദ ഫോർ ആംഗിൾ മെയ്ഡ് ബൈ ടു intersecting lines, one angle is half of another. Calculate all the four angles. രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ, ഇതാണ് രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ 4 കോണുകൾ ഉണ്ടായിട്ടുണ്ട്. ആ 4 കോണുകളിൽ ഒരു കോൺ എന്ന് പറഞ്ഞാൽ മറ്റേ കോണിൻ്റെ എന്താണ്? പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ കോണും എത്രയാണ്? ഓരോ കോണും എത്രയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോ കോണും കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കോൺ മറ്റേ കോണിൻ്റെ എന്തായിരിക്കണം? പകുതി ആയിരിക്കണം. അപ്പോൾ 4 കോണുകളുണ്ട്. 4 കോണുകൾ ആദ്യം എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഒരു കോൺ മറ്റേ കോണിൻ്റെ എന്താവണം? പകുതി ആയിരിക്കണം. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അത് മറക്കരുത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു കോണ് എടുക്കുകയാണ്. നമുക്ക് എന്താണ് വേണ്ടത്? രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പം അത് മാത്രമല്ല, ഒന്ന് മറ്റൊന്നിൻ്റെ എന്താവണം? പകുതി ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കോണ് ഞാൻ 60 എടുത്ത് 60ൻ്റെ ഇരട്ടി എത്രയാണ്? 120. അപ്പോൾ ഒരു കോണിൻ്റെ പകുതി ആവണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 120ഉം 60ഉം എടുക്കുമ്പോൾ കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ ഈ കോണ് 120 ആണെങ്കിൽ ഇതെത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു കോൺ എത്ര? 120. അതിൻ്റെ പകുതിയായി എത്ര? 60 എന്ന് പറഞ്ഞാൽ ബാക്കി കോണുകളെടുത്ത് നമുക്ക് 180 കിട്ടും. പക്ഷെ എന്തായിരിക്കില്ല? പകുതി ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കാം? 120, 60. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഈ കോൺ 60, ഇത് എത്രയാണ്? 120 ഡിഗ്രി. ഇതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ ടു പിക്ചർ ബിലോ ഷോസ് ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ്. ദ മെഷർ ഓഫ് സം ഓഫ് ദി ആംഗിൾ ആർ ഗിവൺ ഇൻ ഈച്ച്. കാൽക്കുലേറ്റ് അതർ മാർക്ക്ഡ് ആംഗിൾ ഇൻ ഈച്ച്. മലയാളം മീഡിയം വായിക്കാം. ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരകളുടെ ചില ചിത്രങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോന്നിലും ചില കോണുകളുടെ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അടയാളപ്പെടുത്തിയിരിക്കുന്ന മറ്റ് കോണുകൾ കണക്കാക്കി എഴുതുക. ആദ്യം എന്ത് ചെയ്യാം? ഫിഗർ വരച്ചതിന് ശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലെ ഫിഗറിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 2 ഫിഗറുകൾ. ഈ 2 ഫിഗറിൽ നമുക്കിത് എന്താണ്? 40 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരു ജോഡി എതിർ കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 40 ആണ്. അപ്പോൾ ഈ ആംഗിളും എത്രയായിരിക്കും? 40 ഡിഗ്രി. ഇനി ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി ആണെന്ന് നമുക്ക് ഫിഗറിൽ നിന്ന് ഈ ആംഗിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എത്രയാണ്? 90 ഡിഗ്രി. 90 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള എതിർക്കോണാണ് ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം എന്താണ്? ഈ ആംഗിൾ മൊത്തം എന്താണ്? ലീനിയർ പെയറാണ്. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 90ഉം 40ഉം തമ്മിൽ ആദ്യം എന്ത് ചെയ്യുക?
ആഡ് ചെയ്യുക. 90 + 40 എത്രയാണ്? 130. ഇനി 180 നിന്ന് 130 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 0, 8 3 പോയി കഴിഞ്ഞാൽ 5. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് ബാക്കി? 50 ഡിഗ്രി. ഇതാണ് ഒന്നാമത്തെ ചിത്രം. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കാം. ഈ രണ്ടാമത്തെ ഫിഗറിൽ നമുക്ക് 2 ആംഗിളുകൾ തന്നിട്ടുണ്ട്. ഇത് 60, അപ്പോൾ ഇത് എത്രയാണ്? ഒരു ജോഡി എതിർക്കോണുകൾ തുല്യമായതുകൊണ്ട് തന്നെ ഈ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത കോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇത് 60 ആണ്, അപ്പോൾ ഇതും 60. ഈ ഒരു ജോഡി എതിർക്കോണുകൾ തുല്യമാണ്. ഇത് എത്രയായി? 50 ഡിഗ്രി. നമുക്കറിയാം എത്രയാണ്? ഇത് 3 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ലീനിയർ പെയറാണ്. എത്ര കിട്ടണം? 180 കിട്ടണം. ഈ 3 ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 180 കിട്ടണം. അപ്പോൾ 180 കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതേപോലെ തന്നെയാണ്. ഈ 3 ആംഗിളും തമ്മിൽ കൂട്ടി 180 കിട്ടണം. ഈ 3 ആംഗിളും തമ്മിൽ കൂട്ടി 180 കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ആദ്യം 60ഉം 50ഉം തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 0, 5ഉം 6ഉം 11. ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 ആണ് വേണ്ടത്. 180 നിന്ന് 110 മൈനസ് ചെയ്യുക. ബാക്കി 70 ഡിഗ്രി നമുക്ക് കിട്ടി. ഈ ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രി. ഈ ആംഗിളും എത്രയായി? 70 ഡിഗ്രി. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്, പേജ് നമ്പർ 136. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ 2 ലൈൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട്. ഈ 2 ലൈൻസിന് ഇവിടെ നേർരേഖ, ഇവിടെ മറ്റൊരു ലൈൻ ചെരിച്ചിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈൻസ് പരസ്പരം എന്ത് ചെയ്യുന്നില്ല? കൂട്ടിമുട്ടുന്നില്ല. എനിക്ക് ഈ 2 വരകളും കൂട്ടിമുട്ടിക്കണമെങ്കിൽ ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതുപോലെ ആ വര എന്ത് ചെയ്ത് കൂട്ടിമുട്ടി. ഇനി അതേപോലെ മറ്റ് 2 വരകൾ, ഈ മറ്റ് 2 വരകളുടെ പ്രത്യേകത എന്താ? ഇത് ഒരേ അകലത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ വരകൾ എന്ത് ചെയ്യില്ല? എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തില്ല? ഒരിക്കലും കൂട്ടിമുട്ടില്ല. ആ കൂട്ടിമുട്ടാത്ത വരകൾ അല്ലേ, ഈ കൂട്ടിമുട്ടില്ല. അപ്പോൾ ഈ വരകൾ എന്താണ്? സമാന്തര വരകൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ ഈ 2 സമാന്തര വരകൾ ഞാൻ വരച്ചു. ഇവിടെ 2 വരകൾ സമാന്തരമാണ് എങ്കിൽ, ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ 2 സമാന്തര വരകളിനെ മറ്റൊരു ലൈനുമായിട്ട് എന്ത് ചെയ്യുക? കട്ട് ചെയ്യിപ്പിച്ചു. കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ 2 കോണുകളും എന്താവണം? ഈക്വൽ ആണെങ്കിൽ ഈ വരകൾ നമുക്ക് സമാന്തരമാണ് എന്ന് പറയാം. അതായത് ഇവിടെ ഞാനൊരു ആംഗിൾ 60 ഡിഗ്രി എന്ന് എടുത്ത്, അപ്പോൾ ഈ ആംഗിളും എത്ര? 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 2 ആംഗിളുകളും എന്തായി? സെയിം ആയതുകൊണ്ട് ഇത് നമുക്ക് സമാന്തര വരകളാണ് എന്ന് പറയാം. അതുപോലെ ഇത് 60 ആണ് എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ലീനിയർ പെയർ. അപ്പോൾ എത്രയാണ്? 120 ഡിഗ്രി. ഈ ആംഗിൾ 120 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ലീനിയർ പെയർ എത്രയായിരിക്കും? 120 ഡിഗ്രി. ഇപ്പം നമ്മൾ സമാന്തര ലൈന് ഇങ്ങനെയാണ് വരച്ചത്. അതിൻ്റെ പകരം ഒരു സമാന്തര ലൈന്, സമാന്തര വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിനെ മറ്റ് 2 ലൈനായിട്ട് കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് ഏതൊക്കെ ലൈനാണ് ഈക്വലായിട്ട് വരുന്നത്? ആംഗിൾസ്. ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും എന്താണ്? ഈക്വലാണ്. ഇതിപ്പോൾ ഒരു 120 ഡിഗ്രി, നേരത്തെ നമ്മൾ 120 എടുത്തു. അപ്പോൾ 130 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 130 ആയിരിക്കും. അപ്പോൾ ബാക്കി ഈ ആംഗിൾ ലീനിയർ പെയർ, ഈ ആംഗിളാണ്, ഇതാണ് ലീനിയർ പെയർ. എടുത്തു കഴിഞ്ഞാൽ ഈ 2 ആംഗിളുകൾ എത്രയായിരിക്കും? 180 നിന്ന് 130 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 0, 5, 8 3 പോയി കഴിഞ്ഞാൽ 5. അപ്പോൾ ഈ 2 ആംഗിളും എത്രയായി? 50 ഡിഗ്രി വീതമായി. ഇതാണ് മറ്റൊരു ചോദ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്പർ 144 ചോദ്യമാണത്. ചിത്രത്തിലെ വരകളിൽ സമാന്തരമായ ജോഡികൾ കണ്ടുപിടിച്ച് എഴുതുക. ഇതാണ് ഫിഗർ. ഇതിൽ നമുക്ക് എന്താവണം? സമാന്തരമായിട്ടുള്ള ജോഡികൾ.
പാരലായിട്ടുള്ള ജോഡികൾ നമുക്ക് എന്ത് ചെയ്യണം, പെയേഴ്സ് നമുക്ക് കണ്ടെത്തി എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആംഗിളുകളൊക്കെ ആദ്യം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇവിടെ 80 ഡിഗ്രിയാണ്, ഇത് രണ്ടും ലീനിയർ പെയറാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 180-ൽ നിന്ന് 80 മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണ്? 100. അപ്പോൾ ഇത് 100 ഡിഗ്രി. ഇനി ഇവിടെ 90 ഇവിടെ അപ്പോൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെയും 90 ഡിഗ്രി. ഇനി ഇവിടെ 100 ആകുമ്പോൾ ഇവിടെ എത്രയായിരിക്കും ബാക്കി? 80 ഡിഗ്രി. 180-ൽ നിന്ന് ലീനിയർ പെയർ രേഖീയ ജോഡി, 180-ൽ നിന്ന് 100 മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 80. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇനി ഇവിടെ 70 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 180-ൽ നിന്ന് 70 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 110 ഡിഗ്രി. ഇനി നമുക്കിതിൽ നിന്ന് എന്താവണം? സമാന്തരമായ ജോഡി, പാരലായിട്ടുള്ള പെയേഴ്സ് കണ്ടെത്തി എഴുതണം. അപ്പോൾ ചെരിവിൽ ഒരേ ആംഗിൾ വരുന്നതായിരിക്കും സമാന്തരമായിട്ടുള്ള ജോഡികൾ. ഓരോ ചെരിവിലും ഒരേ ആംഗിൾ വരുന്നത്. അപ്പോൾ ഇവിടെ 110, ഇവിടെ എത്ര ഉണ്ട്? 110 ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ലൈനായിരിക്കും? PAയും UFഉം. അപ്പോൾ ഒന്നാമത്തെ ജോഡി നമുക്ക് എഴുതാം PA, UF. രണ്ട് എത്രയാണ്? 110 ഡിഗ്രി വീതം. അടുത്ത പേര് നോക്കാം. അടുത്ത പേര് നമുക്ക് ഇനി എഴുതാം ഈ BQ. ഇവിടെ 100, ഇവിടെ 80. അതേപോലെ 100, 80 വരുന്ന ആംഗിൾ SD. അപ്പോൾ ഏതൊക്കെയാണ്? BQ, SD അല്ലെങ്കിൽ DS. മൂന്നാമത്തെ ജോഡി നോക്കാം. ഇനി അടുത്തത് എത്രയാണ്? ഇവിടെ 90 ഡിഗ്രി, ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഏതൊക്കെയാണ്? RCയും TEയും. RC, TE. ഇതായിരിക്കും സമാന്തരമായിട്ട് വരുന്ന 3 ജോഡികൾ. അപ്പോൾ ഇന്ന് നമ്മൾ പേജ് നമ്പർ 144 വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നല്ല ഈസി ചാപ്റ്ററാണ്. നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ചോദ്യമാണ്. ഹോംവർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യരുത്, ആരും കോപ്പി അടിക്കരുത്. ചെയ്ത് തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. എക്സാമൊക്കെ ആവാറായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഈ അധ്യായത്തിൽ ലാസ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.